തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം തെളിഞ്ഞുവെന്നും ജനങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നതെന്നും 2026 തിരഞ്ഞെടുപ്പ് ഫലം എന്താകും എന്നും കൃത്യമായി പലരും പ്രവചിച്ചു തുടങ്ങി. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. പൊതുവേ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു 4 മാസം കഴിയുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലായിട്ട് ഇതിനെ കാണാറുണ്ട് ആൾക്കാർ. പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു 90-കൾക്ക് ശേഷമുള്ള ചരിത്രം പരിശോധിച്ചാൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഫലം എങ്ങനെയാണോ അതിന് അനുസൃതമായൊരു ഫലമായിരിക്കും ഏറെക്കുറെ വരുന്നത്. അതിൽ ഒരു അല്പം വ്യത്യാസം വന്നത് 2010-11 കാലത്താണ്. 2010 UDF-ന് നല്ല മേൽക്കോയ്മ കിട്ടി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ. പക്ഷെ 11-ൽ LDF ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ഭരണം UDF-ന് കിട്ടിയെങ്കിലും നമ്മളൊക്കെ സാധാരണ VS ഫാക്ടർ ആയിരുന്നു. VS ഫാക്ടർ തന്നെയാണ് അവിടെയും വർക്കൗട്ട് ആയത്. പക്ഷേ നമ്മളൊക്കെ സാധാരണ ഇപ്പം നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ അനീഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, UDF-ൽ ഒരു MLA-ക്ക് ഒരു ബില്ല് അവതരിപ്പിക്കുന്ന സമയത്തൊന്നും മൂത്രമൊഴിക്കാൻ പോകാൻ പറ്റാത്ത അത് VS പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അതെ, സർക്കാർ താഴെ വീഴും. ആ ഒരു കാലം ഒഴിച്ചാൽ പൊതുവെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ബാക്കി പത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ശരി. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ അവസരത്തിലും നമുക്ക് അങ്ങനെ കണക്ക് കൂട്ടാം. പക്ഷേ എങ്കിലും അവിടെ ഒരു സാധ്യത നമുക്ക് ഇപ്പുറത്ത് തള്ളിക്കളയാൻ കഴിയില്ല. ഒരു ചെറിയ ശതമാനം, ഞാൻ പറയുന്ന 2010-11 കാലത്തെ പോലെ VS-ൻ്റെ കാലത്ത് എത്ര ശക്തി ഉണ്ടായിരുന്നോ ആ ശക്തി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇല്ല എന്നുള്ള കാര്യം സത്യമാണ്. ഇനി അത് ആരൊക്കെ അതിൽ തർക്കിക്കാൻ ശ്രമിച്ചാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും LDF-ഉം ശക്തമായ ഒരു പ്രതിരോധത്തിലാണ്. പാർട്ടി അങ്ങേയറ്റം ദുർബലമായ ഒരു അവസ്ഥയിലാണ്. പാർട്ടിയുടെ മിഷനറിയൊക്കെ ഉണ്ട്, സംവിധാനമുണ്ട്, ഒക്കെയുണ്ട്, പണമുണ്ട്. പക്ഷേ അണികൾക്കിടയിൽ, പാർട്ടി പ്രവർത്തകർക്കിടയിൽ, എന്തിന് താഴെ തട്ടിലെ നേതാക്കൾക്കിടയിൽ പോലും ശക്തമായ അതൃപ്തിയുണ്ട്. പാർട്ടി 5 കൊല്ലം പ്രതിപക്ഷത്തിരിക്കട്ടെ, പ്രതിപക്ഷത്തിരുന്നാൽ നമ്മുടെ പാർട്ടി രക്ഷപ്പെടും. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ, വിശേഷിപ്പിച്ചാൽ പാർട്ടിയിലെ പിണറായിസം പോയിട്ട് കമ്മ്യൂണിസം മടങ്ങി വരണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ എണ്ണം പാർട്ടിക്കുള്ളിൽ വളരെ കൂടുതലാണ്. ഭയപ്പെട്ടവർ മിണ്ടാതിരിക്കുന്നതാണ്. കാരണം അധികാരം എവിടെയാണോ, നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്വഭാവം, അവരുടെ ഫാസിസ്റ്റ് രീതി ഒക്കെ അറിയാം. ഒരു കേഡർ സ്വഭാവമുള്ള ഏത് സംഘടനയ്ക്കും അതൊക്കെ ഉണ്ടാകും. അവിടെ കൃത്യമായിട്ടും പിണറായി എന്ന സഖാവിനെ, ആ നേതാവിനെ ഈ താഴെത്തട്ടിൽ അണികൾ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പരസ്യമായി ഒരു പ്രസ്താവന നടത്തി അല്ലെങ്കിൽ ഒരു പരസ്യ പോരിന് തയ്യാറായി രംഗത്ത് വരാത്തത്. ദീപസ്തംഭം മഹാശീലം നമുക്കും കിട്ടണം പണം. അങ്ങനെ ഒരു സീറ്റ് നിയമസഭയിലേക്ക് വരുമ്പോൾ CPM നേതാക്കന്മാരിൽ ചിലരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവർ പിണറായിക്കെതിരെ പരസ്യമായി പറയുന്നുണ്ടാവില്ല. അതോട് നിൽക്കട്ടെ, UDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും നാൾ അവർക്ക് ഇല്ലാതിരുന്ന ഒരു സംഗതി, ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്നുള്ളത് അവർക്ക് പുറമേ പറയുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇൻഡെപ്ത് ആണെന്നുള്ളത് അവർക്ക് അറിയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് ബോധ്യമായി. ഇനി കാര്യങ്ങളെല്ലാം ഏകദേശം ഓക്കെയാണ്. പക്ഷേ ഇവിടെ ഒരു നേതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യം വരുമ്പോൾ മാത്രമാണ് ഇവിടെ ഒരു തർക്കം വരുന്നത്. ബാക്കിയെല്ലാം ഏറെക്കുറെ സെറ്റാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം UDF-ന് കൊടുക്കുന്ന പ്രതീക്ഷ, ആത്മവിശ്വാസം, സാധ്യത, താങ്കളുടെ പക്ഷം? സത്യത്തിൽ അത് UDF-ന് കൊടുക്കുന്ന പ്രതീക്ഷ, ആത്മവിശ്വാസം ഇതൊക്കെ കോൺഗ്രസിൽ നിന്ന് കിട്ടുന്നതല്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ, ഞാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിർത്തിയാണ് ഇതെല്ലാം പറയുന്നത് എന്നുകൂടി കരുതിക്കൊള്ളണം. ശരി. അതിനൊരു വലിയ അളവുണ്ട് അതിനകത്ത്. ഇത് സത്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ ഒരു കരുത്തും ശക്തിയും ഇതിനകത്തുണ്ട്. അത് മലപ്പുറത്തേക്ക് അല്ല, നമ്മൾ മലബാർ ബെൽറ്റ്, തൃശ്ശൂരിന് മുകളിലേക്ക് പാലക്കാട് തൊട്ട് അങ്ങോട്ട് മലബാർ ബെൽറ്റിൽ തീർച്ചയായിട്ടും ലീഗിന് അപ്രമാദിത്വമുണ്ട്. ഒരു തർക്കവുമില്ല കാര്യത്തിൽ. അവിടെ കോൺഗ്രസ് രണ്ടാമതാണ്, ലീഗ് തന്നെയാണ് ഒന്നാമത്. അത് കേരളത്തിൽ മറ്റ് നമ്മുടെ ഈ തൃശ്ശൂർ തൊട്ട് താഴോട്ടുള്ള ജില്ലകളിലേക്ക് വരുമ്പോൾ അവിടെ മുസ്ലിം വോട്ട് നിർണായകമായിരിക്കുന്ന പോക്കറ്റുകളുണ്ട്. ഇപ്പം ഈരാറ്റുപേട്ട, പാല, അവിടെയൊക്കെ കരുനാഗപ്പള്ളി, ഇവിടെ എല്ലാം ഇങ്ങനെ കുറേ മണ്ഡലങ്ങളുണ്ട്. ഈ കുറേ മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ട് വളരെ നിർണായകമാണ്.
ആ വോട്ട് ഇത്തവണ ലീഗ് ക്യാൻവാസ് ചെയ്ത് കോൺഗ്രസിൻ്റെ UDFൻ്റെ പെട്ടിയിലെത്തിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയും SDPIയും ഒക്കെ ലീഗിൻ്റെ കൂടെ അടിയുറച്ച് നിൽക്കുന്നത്. പിന്നെ ഓൾ ഇന്ത്യ ബേസിൽ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി കോൺഗ്രസിനൊപ്പം നിൽക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 അവർ അങ്ങനെ അങ്ങ് കോൺഗ്രസിനോട് പിന്തുണ കൊടുത്ത് നിന്നിരുന്നില്ല. അതിൻ്റെ ഗുണം BJPക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ ഇത്തവണ അവർ അങ്ങനെയല്ല. മോദിയെ താഴെ ഇറക്കണമെങ്കിൽ കോൺഗ്രസ് വിചാരിച്ചാലേ സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസിന് പിന്തുണ കൊടുക്കണം. അത് തദ്ദേശത്തിൽ കണ്ടു. 2026 വരുമ്പോൾ എങ്ങനെയാകും അത്? UDFന് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ? തീർച്ചയായിട്ടും മുസ്ലിം ന്യൂനപക്ഷ വോട്ട് വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന് തന്നെ UDFന് തന്നെ കിട്ടും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ശരി. അതിനോടൊപ്പം അതുകൊണ്ട് മാത്രം ഭരണം പിടിക്കാൻ പറ്റില്ല. അല്ല, അതുകൊണ്ട് മാത്രം ഭരണം പിടിക്കാൻ പറ്റില്ല. അതിനോടൊപ്പം ന്യൂനപക്ഷ ക്രിസ്ത്യൻ വോട്ടും കോൺഗ്രസിലേക്ക് പോകും. നമ്മളത് തീർച്ചയായിട്ടും മുനമ്പത്ത് പോലും BJPക്ക് 1 സീറ്റ് ഉണ്ടായിരുന്ന BJP 2 സീറ്റിലേക്കാണ് എത്തിയത്. അതിൽ കൂടുതൽ വർധനവൊന്നും ഒരു പക്ഷേ BJPക്ക് അവിടെ കുറേ വോട്ടുകൾ കിട്ടിക്കാണും. 2ാം സ്ഥാനത്തും വന്ന് കാണും. ജയിച്ചോ? പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം അവർ ഗ്രൗണ്ട് സീറോയിൽ നിൽക്കുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് പൊരുതുന്നവന് എന്ത് കിട്ടിയാലും എന്ത് കിട്ടിയാലും അവർക്ക് നേട്ടമാണ്. ശരി, എന്തായാലും ക്രിസ്തീയ സമൂഹം UDFനൊപ്പമായിരിക്കും നിൽക്കുന്നത്. ഇനി കേരളത്തിൽ ഞാൻ മറ്റ് ഈ മത സാമുദായിക അടിസ്ഥാനത്തിലല്ല ഈ പറയുന്നതെന്ന് മനസ്സിലാക്കണം. ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്, ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയമുണ്ട്. ആ ന്യൂനപക്ഷ രാഷ്ട്രീയം ഇത്ര കാലവും പിണറായി വിജയനെ പിന്തുണച്ച് നിന്നു. ക്രിസ്ത്യൻ രാഷ്ട്രീയവും മുസ്ലിം രാഷ്ട്രീയവും. പക്ഷെ അങ്ങനെ പിന്തുണച്ച് നിന്നപ്പോൾ അവർക്ക് മനസ്സിലായൊരു കാര്യം, ഈ പിണറായി വിജയന് നമ്മളീ കാണുന്നതിനപ്പുറത്തേക്ക് BJP കേന്ദ്ര നേതൃത്വവുമായിട്ടൊരു ബന്ധമുണ്ട്. പിണറായി വിജയനെ അവർ സഹായിക്കുന്നുണ്ട്, അവരെ പിണറായി വിജയൻ സഹായിക്കുന്നുണ്ട്. ഈ ആക്ഷേപം ന്യൂനപക്ഷങ്ങളിൽ ദൃഢമായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടാണ്. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം അത്തരത്തിലുള്ളതാണ് എന്ന ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അതിൽ ആൾക്കാരെ കൊണ്ടെത്തിക്കാൻ, അവരെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ UDFനും ഈ മുസ്ലിം ക്രിസ്ത്യൻ രാഷ്ട്രീയത്തിനും ഒരു പരിധിവരെ സാധിച്ചു. ഇടപെട്ട് ചോദിച്ചോട്ടെ, താങ്കൾ BJP നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ഈ കേട്ടതിൽ വല്ല സത്യമുണ്ടോ? ഇല്ല, അത് മറ്റൊരു കാര്യം. ഇത് പറച്ചിലെന്ന് മാത്രമല്ല, ഇങ്ങനെ വരുത്തി തീർക്കാൻ UDFന് സാധിച്ചിട്ടുണ്ട്. ശരി, ഇനി അതിന് ഉപോത്ബലകമായിട്ട് ഇപ്പോൾ ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്നു. ലാവ്ലിൻ കേസ് മാറ്റിവെച്ചതിനേക്കാൾ കൂടുതൽ തവണ നാഷണൽ ഹെറാൾഡ് കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ സൈറ്റിൽ പോയാൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. പക്ഷേ അവിടെ എന്തുകൊണ്ട് നാഷണൽ ഹെറാൾഡ് കേസ് നരേന്ദ്രമോദി അമിത്ഷായും ഇടപെട്ടിട്ട് മാറ്റിവെപ്പിക്കുകയാണ്? ഒന്നാമത് ആ കേസ് കൊടുത്തിരിക്കുന്നത് തന്നെ സുബ്രഹ്മണ്യ സ്വാമിയാണ്. സുബ്രഹ്മണ്യ സ്വാമി അത്തരത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ സുബ്രഹ്മണ്യ സ്വാമി അത് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. സ്വാമിക്ക് അങ്ങനെ ഇന്നാരൊന്നുമില്ല, എതിരാളി ആരാണെങ്കിലും സ്വാമി വലിച്ചു കയറും. ശരി, അപ്പോൾ അതിൽ കഴമ്പില്ല. അതുകൊണ്ട് അതിൽ വലിയ കഴമ്പൊന്നുമില്ല. ശരി, പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും പിണറായി വിജയന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. അത് നമ്മൾ PM ശ്രീ പദ്ധതിയിൽ കണ്ടതാണ്. വലിയ ഈ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ വാചകമൊക്കെ അടിച്ചു. മകളുടെ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ കേൾക്കുന്നു. അത് ഈ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ ഈ ഉണ്ടയില്ല വേടി പൊട്ടിക്കുന്ന പോലെയാണ്. നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ ഊഹിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. പിന്നെ നമുക്ക് പറയുമ്പോൾ ഒരു ലോജിക്കുണ്ട് അതിനകത്ത്, ആ ഊഹത്തിനകത്ത്. കാരണം ഈ പറഞ്ഞതുപോലെ കേസുകൾ പലതും നീട്ടിക്കൊണ്ടു പോകുന്നു. ഈ പറഞ്ഞതുപോലെ നോട്ടീസ് വരുന്നു. നോട്ടീസ് വന്നതിന് ശേഷം നടപടിയില്ല. ഇപ്പോൾ ED മറ്റു പല സ്റ്റേറ്റിലെയും മുഖ്യമന്ത്രിമാരെ പൊക്കി അകത്തിടാൻ ED സാധിച്ചു. റാവുവിന്റെ മകളെ കവിതയെ പിടിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് ജനം കരുതും. അതെ, ചില കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഈ കേട്ടതിലൊരു ശരിയില്ല എന്ന് ചിന്തിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. നമ്മൾ LDFന്റെ UDFന്റെ കാര്യം മാത്രം എടുക്കണം. 2026 എന്തായാലും ഭരണം പിടിക്കാൻ പോകുന്ന ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും എന്നുള്ളൊരു രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോയാൽ LDFിലെ പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ മാറിയാൽ ബാക്കിയെല്ലാം ഓക്കെ എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നമായിട്ട് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഓക്കെയാണ്, പക്ഷെ ഒരു നേതാവായിട്ട് വെക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ് താങ്കൾ എങ്ങനെ കാണും? അവിടെ കൃത്യമായിട്ടും മുസ്ലിം ലീഗ് ഇടപെടും. ലീഗ് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ ഹൈക്കമാൻഡിനോട് സജസ്റ്റ് ചെയ്യും. നമ്മളത് 95 മുതൽ കണ്ടുവരികയാണ്. ചാരക്കേസിനെ തുടർന്ന് K കരുണാകരനെ മാറ്റി, അതികായനായ ശക്തനായ ലീഡർ K കരുണാകരനെ മാറ്റി AK ആൻ്റണിയെ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ചരട് വലിച്ചത് മുസ്ലിം ലീഗല്ലേ. അന്ന് തുടങ്ങി
ലീഗിൻ്റെ സ്വാധീനം ഈ കാര്യത്തിൽ വ്യക്തമാണ്. പിന്നീട് ഇതേ AK ആന്റണിയെ പണിതിട്ട് ഉമ്മൻചാണ്ടി ലീഗാണ്. ഓക്കെ, അപ്പൊ ലീഗ് തീരുമാനിക്കും. ലീഗിന്റെ വാക്കിന് അവിടെ വലിയ വിലയുണ്ട്. ലീഗ് തീരുമാനിക്കും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ലീഗിന് വലിയ സ്വാധീനം. ലീഗ് ഉണ്ടെങ്കിലല്ലേ വടക്കോട്ട് ചിന്തിക്കുക. അതെ, മലബാറിൽ ലീഗ് ഇല്ലാതെ കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി, അപ്പോ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ ലീഗ് ഒരു സേ പറയുന്നതോടുകൂടി തീരുമാനമാകും. CPM പ്രശ്നം എങ്ങനെ തീരും? CPM പ്രശ്നം അങ്ങനെ തീരില്ല. കാരണം പിണറായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് പാർട്ടിക്കുള്ളിൽ. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. അതിൻ്റെ വ്യക്തമായ തെളിവ് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും പല വാർഡുകളിലും താഴെത്തട്ടിൽ നമ്മൾ നോക്കിയാൽ അത് മനസ്സിലാവും. ഞാൻ വിശദമായിട്ട് അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ അങ്ങനെ പിണറായിയെ മാറ്റാൻ സാധിക്കില്ല പാർട്ടിക്കോ ഈ സംവിധാനത്തിനോ ഒന്നും. ഒരു കാര്യം ചോദിച്ചു, പിണറായിയേക്കാൾ കരുത്തുള്ള വേറെ ഏത് നേതാവുണ്ട് ആ സ്ഥാനത്തേക്ക് വയ്ക്കാൻ? ഒരു കാര്യം ചോദിച്ചോട്ടെ, തമാശയാണെന്ന് കരുതി ചിരിക്കരുത്. LDF ഒരു പ്രമുഖ ഘടകകക്ഷി എന്ന് പറയാവുന്ന ഒരു കക്ഷിയുണ്ട്. ഇടയ്ക്കും മറക്കൊക്കെ ഞങ്ങൾ ചത്തിട്ടില്ല, ജീവിക്കുന്നു സ്റ്റേറ്റ്മെന്റ്സിലൂടെ എന്ന് സ്ഥാപിക്കാനായ ഒരു സംസ്ഥാന സെക്രട്ടറിയൊക്കെയുള്ള ഒരു പാർട്ടിയുണ്ട് CPM. അവർ വാദമൊന്നും പറയൂ. അവർ പറഞ്ഞിട്ടും എന്ത് പ്രയോജനം? ആവതില്ലാത്തവൻ. അതെ, അവരുടെ ഒന്നും വാക്കിന് LDFനകത്ത് ഒരു വിലയുമില്ല. ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വായ്ത്താരി മുഴക്കാമെന്നല്ലാതെ അതിനെന്തെങ്കിലും പ്രാധാന്യം നമ്മുടെ സഖാവ് പിണറായി വിജയൻ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമയിലെ ഡയലോഗ് പോലെ നമ്മൾ പോയി മര്യാദയ്ക്ക് ബോട്ട് വിട്ടു തരാൻ പറയുന്നു, അവർ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരു തീരുമാനമായി നമ്മൾ തിരിച്ചു വരും. ഇത്രയേ ഉള്ളൂ. CPIയുടെ കാര്യം അത്രയേ ഉള്ളൂ. അപ്പോൾ പിണറായി വിജയൻ തന്നെ നയിക്കും, പക്ഷെ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പിണറായി വിജയനെ മാറ്റി നിർത്തി മറ്റൊരാളെ കൊണ്ടുവന്നാൽ ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തെ മാറ്റുന്ന കാര്യം തന്നെ ചിന്തിക്കാൻ പുറത്ത് തലച്ചോറിനകത്ത് അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ തന്നെ പണി കിട്ടും. അതൊന്ന്. രണ്ട്, ഇനി അങ്ങനെ ചിന്തിച്ചാൽ തന്നെ അതാരും പുറത്ത് പറയില്ല. ഈ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചിന്തിക്കുന്നവരെല്ലാം മുന്നിൽ ചില വെല്ലുവിളികളുണ്ട്. ഒന്ന്, ഇന്ന് പാർട്ടിക്ക് കരുത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ പണം വേണം. ആ പണം ഇന്ന് പിണറായി വിജയൻ വിചാരിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് അത് താഴെ തട്ടിലേക്ക് എത്തി ചെലവഴിക്കാൻ പറ്റുള്ളൂ. രണ്ട്, അതിൻ്റെ മുഴുവനും നിയന്ത്രണം സഖാവ് പിണറായി വിജയൻ്റെ കയ്യിൽ തന്നെയാണ് മാത്രമാണ്. അതാണ് ശരി. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇപ്പോൾ MV ഗോവിന്ദൻ ഇരിക്കുമ്പോഴും പാർട്ടിയുടെ കടിഞ്ഞാൺ ശ്രീമാൻ പിണറായി വിജയൻ്റെ കയ്യിൽ തന്നെ, അതിലൊരു സംശയമില്ല. മറ്റൊന്ന്, പിണറായി വിജയന് പകരം വയ്ക്കാൻ ഒരു പേര് പറയാമോ? നേതാവിനില്ല. അതൊരു സത്യമാണ്. അതൊരു സത്യം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സംവിധാനങ്ങൾ വെച്ച് അനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രം. UDF സംബന്ധിച്ചിടത്തോളം ലീഗ് ഒരു സേ പറയും, അതോടുകൂടി അവർ ഒറ്റക്കെട്ടായി പോകും. ഇനി സംസ്ഥാനം ഭരണം പിടിക്കുമെന്നൊന്നും അവകാശപ്പെടുന്നില്ല, പക്ഷേ എന്നാൽ പോലും നിർണായകമായ ഒരു കുതിച്ചുചാട്ടം നടത്താനായി തയ്യാറായി നിൽക്കുന്ന, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു 5 താമരയെങ്കിലും 2026 നിയമസഭയിൽ വിജയിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന BJP എത്രത്തോളം മുന്നോട്ട് പോകും? കുറഞ്ഞ പക്ഷം 5 താമര വിരിഞ്ഞാൽ ഭരണം പിടിച്ചതിന് തുല്യമാണ് BJP സംബന്ധിച്ചിടത്തോളം. എന്ത് തോന്നുന്നു? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ 5 താമര വിരിയിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നല്ല ചോദ്യം. BJPയെ സംബന്ധിച്ച് ഇപ്പോൾ BJPക്ക് നേട്ടം അവകാശപ്പെടാൻ കഴിയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 11 നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്തി. ശരി. പിന്നെ ഏതാണ്ട് ഒരു 10-15 സ്ഥലത്ത് 2ാം സ്ഥാനത്ത് നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വലിയ വ്യത്യാസമില്ലാതെ 2ാം സ്ഥാനത്ത് വന്ന ഈ 11 മണ്ഡലങ്ങൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്യും, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്നൊക്കെ തീർച്ചയാണ്. പക്ഷെ അവിടെ ജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ. ശരി. ഇനി മറ്റൊന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മുന്നേറ്റം കാഴ്ചവെച്ചത് തിരുവനന്തപുരത്താണ്. അതിൽ തന്നെ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്. തിരുവനന്തപുരം സെൻട്രലിൽ അത്രയും നേട്ടം ഉണ്ടായിട്ടില്ല. ആദ്യം പറഞ്ഞ മണ്ഡലങ്ങളെല്ലാം BJPക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ്. BJPക്ക് എന്നുള്ളതിനേക്കാൾ ഞാൻ കാണുന്നത് RSSന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ്. ശരി. അതുകൊണ്ട് ഈ 3 മണ്ഡലങ്ങളിലും BJPക്ക് ഒരു ജയസാധ്യത നമുക്ക് കണക്ക് കൂട്ടാം. മാത്രമല്ല ഈ 3 മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം നടക്കും. അത് തിരുവനന്തപുരം സെൻട്രലിലും ഒരു പരിധി വരെ നടക്കും. ഒരു പരിധി വരെ. തീരദേശ വാർഡുകളിൽ BJPക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലും ശക്തമായൊരു ത്രികോണ മത്സരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുപോലെ കാട്ടാക്കട, അതുപോലെ ആറ്റിങ്ങൽ, അതുപോലെ BJPക്ക് സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എന്ത് ചെയ്യാം, BJP നേതാക്കൾ കൃത്യമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഇപ്പോൾ കഴിഞ്ഞ 2011, 2016, 2021
ശ്രീ പി കെ കൃഷ്ണദാസ് മത്സരിച്ചു. ക്യാമ്പ് ചെയ്യണം. അദ്ദേഹം എനിക്ക് നല്ല അടുപ്പമുള്ള ഒരു നേതാവാണ്. വ്യക്തിപരമായിട്ട് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തെ ഇനി അവിടെ പരീക്ഷിക്കരുത് BJP എന്നാണ്. ഒരു ചെറുപ്പക്കാരനെ അവിടെ കൊണ്ടുവരണം. ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ, കാട്ടാക്കട മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുവരണം. തദ്ദേശ സ്ഥാപനങ്ങളിൽ നല്ല രീതിയിൽ വിജയിച്ചു വന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെയോ ചെറുപ്പക്കാരിയെയോ, അത് പുരുഷനോ ആകാം സ്ത്രീയോ ആകാം, അത് ഈ മറ്റ് ഘടകങ്ങളെല്ലാം പരിശോധിച്ച് നിർണയിച്ച് കൊണ്ടുവരിക. ഇത് കാട്ടാക്കട മാത്രമല്ല, ആറ്റിങ്ങലിൽ ചെയ്യണം, വർക്കലയിൽ ചെയ്യണം. പാറശാല BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ ഇവിടെ എല്ലാം BJP ഈ സംഘടനാ ദൗർബല്യം BJPക്കുണ്ട്. അത് RSS മറികടക്കാൻ സഹായിക്കും, RSS സഹായിക്കും. പക്ഷേ കണ്ട് പരിചയിച്ച മുഖങ്ങളെ ഇങ്ങനെ ചർവണം പോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മത്സരിപ്പിച്ച് അത് തോറ്റ് സ്വയം എന്താ പറയുക നാണം കെട്ട് വീണ്ടും 5 കൊല്ലം കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് BJP പോവുകയാണ്. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ കായംകുളത്ത്, എൻ്റെ അഭിപ്രായത്തിൽ കായംകുളത്ത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ മികച്ച മുന്നേറ്റം അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കായംകുളത്ത് ശോഭാ സുരേന്ദ്രന് നല്ല സാധ്യതയുണ്ട്. അവരെ മത്സരിപ്പിച്ചാൽ അത് കായംകുളത്ത് മാത്രമല്ല, ഹരിപ്പാടും ആ സാധ്യതയുണ്ട്. ഹരിപ്പാട് ഒരു നായർ കമ്മ്യൂണിറ്റിക്ക് വലിയ വേരോട്ടമുള്ള സ്ഥലമാണ്. ചെന്നിത്തലയാണ് എതിരാളി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ രമേശ് ചെന്നിത്തല വെള്ളം കുടിക്കും. കാരണം BJPയിൽ ഒരുപോലെ നായർ ഈഴവ വോട്ടുകൾ നേടാൻ കഴിവുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അവരെ അക്കാര്യത്തിൽ അവർ ആറ്റിങ്ങൽ മത്സരിച്ചപ്പോഴും നേരത്തെ പാലക്കാട് മത്സരിക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് കിട്ടുന്ന വോട്ടുകൾ ഈ നമ്മൾ താഴെ തട്ടിൽ ഒരു വാർഡ് അടിസ്ഥാനത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം കൃത്യമായിട്ടും ഈ നായർ ഈഴവ വോട്ടുകൾ വലിയ രീതിയിൽ ക്യാൻവാസ് ചെയ്യാൻ കഴിയുന്നൊരു നേതാവാണ്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ അതിന് സാധിച്ചിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും ഇപ്പോൾ നമ്മൾ വിചാരിക്കുക അവിടെ ഈഴവ വോട്ടുകൾ ധാരാളമുള്ള മണ്ഡലമാണ്, അത് BJPക്ക്. ഞാൻ നേരത്തെ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നല്ലോ, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ഈഴവ വോട്ടുകൾ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരന്. അതൊക്കെ ചെറുതാണ് എങ്കിലും ഞാൻ പറയുന്നത് ഈ ഈഴവ വോട്ടുകൾ അങ്ങനെയല്ല, വലിയ രീതിയിൽ കോവളം മണ്ഡലത്തിൽ നല്ല രീതിയിൽ ഈഴവ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് ആറ്റിങ്ങലിലേക്ക് വരുമ്പം V മുരളീധരനും അത് ഏതാണ്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെ എല്ലാം വെച്ച് നോക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനാണ് അക്കാര്യത്തിൽ ഒരു മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നത്. അങ്ങനെ അത് കായംകുളത്തിൻ്റെ കാര്യം. ഇതുപോലെ പാലക്കാടൊക്കെ ഒരു മികച്ച ഒരു ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരണം. അത് ഞാൻ പറയുന്നത് ഒരു മികച്ച ഒരാളെ കണ്ടെത്തി കൊണ്ടുവരണം. അല്ലാതെ അത് പഴയ ആൾക്കാരെ ഇനിയും വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ BJPക്ക് നേട്ടങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അതായത് ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ജനങ്ങൾക്ക് സ്വീകാര്യനായ പുതുമുഖങ്ങളെ വെച്ച് കഴിഞ്ഞാൽ BJPക്ക് നേടാം. പുതുമുഖങ്ങൾ ചോദ്യം, 5 താമര വിരിയുമോ ഇല്ലയോ? സാധ്യതയുണ്ട്, നമുക്ക് അത്രേ പറയാൻ കഴിയുള്ളൂ. ഉറപ്പായിട്ടും 5 താമര കേരളത്തിൽ വിരിയും എന്ന് പറയണമെങ്കിൽ BJP അത്രയും കരുത്ത് നേടണം. എൻ്റെ നോട്ടത്തിൽ BJP സംഘടനാപരമായി രാഷ്ട്രീയപരമായി അത്രയും കരുത്ത് നേടിയിട്ടില്ല എന്ന് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന ഈ പുതിയ സംസ്ഥാന പ്രസിഡന്റിൽ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. പക്ഷേ ആ വിശ്വാസത്തിനനുസരിച്ച് ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു 24/7 പൊളിറ്റീഷ്യൻ അല്ല. അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്, പിന്നീട് രാഷ്ട്രീയത്തിൽ വന്നയാളാണ്. അതിൻ്റെ ചില പരിമിതികൾ അദ്ദേഹത്തിനുണ്ട്. ഇതൊക്കെ ഇരിക്കുമ്പോഴും രാജീവ് ചന്ദ്രശേഖറിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ BJP സംഘടനാപരമായും രാഷ്ട്രീയപരമായും കരുത്തുള്ള ഒരു പ്രസ്ഥാനമായി മാറിയാൽ മാത്രമേ BJPയെ സംബന്ധിച്ച് ഈ നേട്ടം, ഈ വിജയം കൊയ്തെടുക്കാൻ പറ്റൂ. ഇന്നിപ്പോൾ എന്നോടൊരു BJP നേതാവ് പറഞ്ഞതാണ്, അവരോട് ഒരു തലമുതിർന്ന നേതാവ് പറഞ്ഞു, BJPയിൽ ഇല്ലാതിരുന്ന പിന്നീട് BJPയിലേക്ക് വന്ന, ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, പറഞ്ഞത് BJPക്ക് വിതയ്ക്കാൻ അറിയാം, കൊയ്യാൻ അറിയില്ല. ഇത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലും പൂർണ്ണമായിട്ടും ആപ്ലിക്കബിൾ ആണ്. അദ്ദേഹത്തിനും വിതയ്ക്കാൻ അറിയാം, പക്ഷെ കൊയ്യാൻ അറിയില്ല. ഈ കൊയ്തെടുക്കേണ്ടത്, വിജയം കൊയ്തെടുക്കേണ്ടത്, അതിന് ഒരേ ഒരു അപവാദം
തൃശ്ശൂർ ലോക്സഭാ മണ്ഡലമാണ്, സുരേഷ് ഗോപിയാണ്. പക്ഷേ അതിനുശേഷം അവിടെ ഉണ്ടായ കാര്യങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് ഈ സമയം പോരാ. ഒരുപാട് അബദ്ധങ്ങൾ BJP കാണിച്ചു, ഒരുപാട് തിരിച്ചടികൾ BJP അവിടുന്ന് വാങ്ങുകയും ചെയ്തിരിക്കുന്നു. മനസ്സിലായി. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം BJPയുടെ ഭാഗത്തു നിന്ന് എന്ത് തീരുമാനം വരുന്നു, UDF LDF എങ്ങോട്ടാണ് പോകുന്നത്, കാര്യങ്ങൾ നോക്കി 5 താമര നിയമസഭയിൽ വിരിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. സാധ്യത, നല്ല സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ സാധിക്കില്ല. നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.